മറ്റൊരു വാർത്ത, കശ്മീരിലെ റിയാസിയിൽ ഉണ്ടായ തീവ്രവാദി ആക്രമണത്തിൽ 6 പേരെ കസ്റ്റഡിയിലെടുത്തു എന്നുള്ളതാണ്. ആക്രമണത്തിൽ 3 പേർ കൊല്ലപ്പെടുകയും 33 പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. ഡ്രൈവർ ഉൾപ്പെടെ 4 പേർ വെടിയേറ്റാണ് മരിച്ചത്. അക്രമികൾക്കായി വ്യാപക അന്വേഷണവും ആരംഭിച്ചിരുന്നു. തീവ്രവാദി ആക്രമണത്തെക്കുറിച്ച് ദേശീയ അന്വേഷണ ഏജൻസി അന്വേഷിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉത്തരവിട്ടതായും റിപ്പോർട്ടുണ്ട്. ഇതിന് പിന്നാലെയാണ് 6 പേർ ഇപ്പോൾ കസ്റ്റഡിയിലായിരിക്കുന്നത്. കൊല്ലപ്പെട്ടവരിൽ 4 പേർ രാജസ്ഥാനിൽ നിന്നുള്ളവരും 3 പേർ ഉത്തർപ്രദേശിൽ നിന്നുള്ളവരുമാണെന്നും റിപ്പോർട്ട് പുറത്തു വന്നിട്ടുണ്ട്. മറ്റൊരു വാർത്ത, ഗാസയിൽ വെടിനിർത്തൽ വേണമെന്ന പ്രമേയം പാസാക്കി UN രക്ഷാസമിതി. സമ്പൂർണ്ണ സൈനിക പിന്മാറ്റവും ഗാസയുടെ പുനർനിർമ്മാണവും നിർദ്ദേശിക്കുന്നതാണ് പ്രമേയം. റഷ്യ മാത്രമാണ് വിട്ടുനിന്നത്. പ്രമേയത്തിൽ അമേരിക്ക അടക്കം മറ്റെല്ലാ രാജ്യങ്ങളും പിന്തുണ അറിയിച്ചിരുന്നു. ഇതിനിടെ വെടിനിർത്തലിനുള്ള നയതന്ത്ര ശ്രമങ്ങൾ US ഊർജിതമാക്കി. ഇതിന്റെ ഭാഗമായി സ്റ്റേറ്റ് സെക്രട്ടറി ആന്റണി ബ്ലിങ്കൻ ഇസ്രായേലിലെത്തി. ബെഞ്ചമിൻ നെതന്യാഹുവുമായി അദ്ദേഹം ചർച്ച നടത്തി. മെയ് 31-ന് പ്രസിഡന്റ് ജോ ബൈഡൻ വെടിനിർത്തൽ നിർദ്ദേശം മുന്നോട്ട് വെച്ചിരുന്നു. ഇതെങ്ങുമെത്താത്ത പശ്ചാത്തലത്തിലാണ് പുതിയ നീക്കം. ഇതിനിടെ മധ്യ ഗാസയിലും കിഴക്കൻ റഫയിലും ഇസ്രായേൽ സൈന്യം ബോംബിങ്ങും ഷെല്ലാക്രമണവും നടത്തി. ഇതിനിടയിൽ ഈ 24 മണിക്കൂറിനുള്ളിൽ കൊല്ലപ്പെട്ട പലസ്തീൻകാരുടെ എണ്ണം 40 ആണ്. 218ഓളം ആളുകൾക്ക് പരിക്കേറ്റു എന്ന ദുഃഖകരമായ വിവരവും ഈ ഘട്ടത്തിൽ പുറത്തുവരുന്നുണ്ട്.